സുനിൽ ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. വളരെ വിശാലമായ ഭാരതം പോലെ ഒരു രാജ്യത്ത് ദീർഘദൂര യാത്രയ്ക്ക് ജനങ്ങൾ റെയിൽവേയാണ് ആശ്രയിക്കുന്നത്. നിത്യവും ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചിലപ്പോൾ 3-4 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. തീവണ്ടിയിൽ 3-4 ദിവസം ചിലവഴിക്കേണ്ട സാഹചര്യവും ഉണ്ടാകാം. അപ്പോൾ ട്രെയിനിൽ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന ആഹാര സാധനങ്ങളും വാങ്ങിക്കഴിക്കാൻ യാത്രക്കാർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മിക്കവാറും ദീർഘദൂര ട്രെയിനുകളിൽ കാറ്ററിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ കിച്ചൺ സൗകര്യം ഉണ്ടായിരിക്കും. ചില സാഹചര്യങ്ങളിൽ സ്വകാര്യ ഏജൻസികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2 ദിവസം മുമ്പ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു യാത്രക്കാരനുണ്ടായ ദുരനുഭവമാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാങ്ങിയ വടയിൽ ചത്ത തവളയെയാണ് കണ്ടെത്തിയത്. ആലപ്പുഴ സ്വദേശിയായ യാത്രക്കാരനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചണ്ഡീഗഡിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് പോകുന്ന സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിലെ യാത്രക്കാരനാണ് പരാതിക്കാരൻ. ട്രെയിനിൽ നിന്ന് 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ യാത്രക്കാരൻ കച്ചവടക്കാരിൽ നിന്നും 3 വടയും ചട്നിയുമാണ് വാങ്ങിയത്. ഇത് കഴിക്കാനായി തുറന്നപ്പോൾ വടയിൽ ചത്ത തവളയാണ് കണ്ടെത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ഇത് സമീപത്തുണ്ടായിരുന്ന റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥയെ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ സമീപത്ത് തന്നെ നിന്നിരുന്ന കച്ചവടക്കാരൻ ഈ ഭക്ഷണം തട്ടിയെടുത്ത് അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്ന കുട്ടയിലേക്ക് ഇട്ടെന്ന് യാത്രക്കാരൻ പറയുന്നു. പിന്നീട് സുരക്ഷാസേന ഉദ്യോഗസ്ഥരെത്തി കച്ചവടക്കാരനെ കൊണ്ട് തന്നെ കുട്ടയിൽ നിന്നും വടയുൾപ്പെടെ പുറത്തെടുപ്പിച്ച് പരിശോധന നടത്തി. പിന്നീട് യാത്രക്കാരൻ റെയിൽവേ സ്റ്റേഷൻ മാനേജർക്ക് പരാതിയും എഴുതി നൽകിയെന്ന് പറയുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരെത്തി വടയും ചട്നിയും പരിശോധിച്ചു. കച്ചവടക്കാരനെതിരെയും സ്റ്റാൾ നടത്തിപ്പുകാരനെതിരെയും പിഴ ചുമത്തി. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും അധികാരികളും അറിയിച്ചിട്ടുണ്ട്. ഷൊർണൂരിൽ നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. റെയിൽവേ യാത്രയ്ക്കിടയിൽ കിട്ടുന്ന ഭക്ഷണത്തിനെ പറ്റി നിരവധി പരാതികൾ നേരത്തെയും ഉയർന്നു വരാറുണ്ട്. അതെല്ലാം പിഴ ചുമത്തിയോ മറ്റോ തേഞ്ഞുമാഞ്ഞോ പോവുകയാണ് പതിവ്. ഈ കച്ചവടക്കാരും കടയും പിന്നെയും തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. കേരളത്തിൽ അടുത്തിടെയായി നിരവധി ഹോട്ടലുകളും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് വിഭാഗം പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. തുടക്കത്തിൽ ഒരു പ്രചരണമൊക്കെ കഴിഞ്ഞാൽ 3-4 മാസങ്ങൾക്ക് ശേഷം ഈ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവണതയ്ക്ക് ഒരു മാറ്റം വന്നേ തീരുകയുള്ളൂ. കടുത്ത ശിക്ഷാ നടപടികൾ തന്നെയാണ് ഇത്തരക്കാർക്കെതിരെ ചുമത്തേണ്ടത്. വലിയ പിഴ ചുമത്തുകയോ ശിക്ഷ കടുപ്പിക്കുകയോ ചെയ്താൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തി വേണ്ടത്ര വൃത്തിയില്ലാതെ വിൽപ്പന നടത്തുന്നവർക്കെതിരെ മാതൃകാപരമായി ശിക്ഷാ നടപടികളാണ് അധികാരികൾ സ്വീകരിക്കേണ്ടത്. ഇതിനുള്ള സമയം തന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരായി നിരവധി ആളുകളാണ് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഒരാവശ്യം അല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിനായി ട്രെയിനെ ആശ്രയിക്കുന്നവരാണ് എല്ലാവരും. നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചാണ് ഇവർ കുറ്റകൃത്യങ്ങൾ കാണിക്കാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നത്. കൂടെയുള്ള കർശന പരിശോധനകൾ, കടകളിലെ സാമ്പിൾ പരിശോധനകൾ തുടങ്ങിയ നടത്തിയാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിയുള്ളതാണെന്നും അതുപോലെ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമാവുന്നതാണെന്നും അധികാരികൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ബന്ധപ്പെട്ട വകുപ്പുകളും അതിലെ ഉദ്യോഗസ്ഥന്മാരുമാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ട്രെയിനുകളിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഗുണമുള്ളതാണെന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്
ഈ വീഡിയോ നിർത്തുകയാണ്. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.